മലയോര ജില്ലയായ പത്തനംതിട്ടയിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലുള്ള ആയുർവേദ ഹോസ്പിറ്റലിൽ ഞാൻ ട്രീറ്റ്മെൻറ്റിലായിരുന്ന സമയത്ത് ബെഡിൽ കിടക്കുന്ന ഞാൻ ഒരു പാട്ട് കേട്ട് പുറത്തു വന്നപ്പോൾ ഇത് ഡോക്ടർ അജിത് സാറിൻ്റെ റൂമിൽ നിന്നായിരുന്നു ഈ നിഷ്കളങ്കയായ അമ്മയുടെ മനോഹരമായ ഗാനം കേട്ടത്. ഈ അമ്മയുടെ പാട്ടും പച്ചയായ സത്യങ്ങൾ വിളിച്ചു പറയുന്നത് ഒരു പച്ചയായ മനുഷ്യനാണ് കേൾക്കുന്നത് എന്ന് ഡോക്ടറുടെ നിഷ്കളങ്കമായ ആ ചിരിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി. ഞങ്ങൾക്കെല്ലാം അമ്മയെ ഒരുപാട് കേൾക്കണമെന്നുണ്ട്, പക്ഷേ പേഷ്യൻസ് വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് ഞങ്ങളെല്ലാവരും സ്നേഹത്തോടു കൂടി അമ്മയെ പുറത്തേക്ക് വിളിച്ചു. എങ്ങനെയുണ്ടായിരുന്നു അമ്മച്ചിയുടെ പാട്ട്? റെക്കോർഡ് ചെയ്തോ? എനിക്ക് ചാനലുണ്ട്, ഇതിപ്പോൾ ചാനലിൽ പോകും. അമ്മച്ചിക്ക് എത്ര വയസ്സുണ്ട്? അമ്മച്ചിക്ക് എത്ര വയസ്സുണ്ട്? 93? എന്നാ അമ്മ വൈറലാവും. എല്ലാവർക്കും നല്ലതും അയ്യോ ആണ് അവരെനിക്ക് ഇത് തന്നു. ഇത് കൊള്ളത്തില്ലല്ലോ. ഞാൻ പറഞ്ഞതൊന്നും കള്ളമൊന്നുമല്ല, ശരിയായ കാര്യമാണ്. ബസ്സിലാണോ വന്നേ? ബസ്സിലാണോ വന്നേ? ബസ് വരാനൊന്നും സമയമായില്ല, 10:30. എത്ര വയസ്സുണ്ട്? 93. ഞാനത് വിളിച്ചത് അത് ആശുപത്രി ചെന്നപ്പോ ഒരു 10 പെണ്ണ് നേഴ്സുകളുടെ എന്നോട് പറയുക, അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചേച്ചി എന്ത് കാര്യം അതേ ഞങ്ങൾ കുറേ നാൾ കൊണ്ട് ഇവിടെ അവധി വീട്ടിൽ പോകാൻ അവധി ചോദിക്കാം, തരത്തില്ല. ഞാൻ പറഞ്ഞു, ദൈവമേ അവർക്ക് അച്ഛൻ, അമ്മ, കുട്ടികൾ, സഹോദരൻ അവർക്കൊക്കെ കാണണം. അവർക്ക് മേലധികാരിക്ക് അവധി കൊടുക്കാൻ തോന്നണേ. ഇതുപോലെ ഒരുപാട് പച്ചയായ മനുഷ്യരുടെ ജീവിത കഥകൾ കേട്ട് കുറച്ച് ദിവസം ഞാൻ ഈ ഹോസ്പിറ്റലിൽ കഴിഞ്ഞു. ഇവിടെ